നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ഈ മാസം 15 വരെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. 15-ന് മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കേസ് ഇനി പരിഗണിക്കുക. കേസിൽ വിശദവാദം കേൾക്കണമെന്ന് കോടതി വ്യക്തമാക്കി. കേസ് ഡയറി ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 10ാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുമ്പോഴാണ് ഹൈക്കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുള്ള തീരുമാനം വന്നിട്ടുള്ളത്. ജസ്റ്റിസ് K. ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 32ാം ഐറ്റമായിട്ടാണ് പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ സിറ്റിംഗ് തുടങ്ങിയ ഉടൻ തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യം അറിയിച്ചു. തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് തടഞ്ഞത്. തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റേഷൻ റൌഡിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയായ കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ആശാൻ പറമ്പ് സ്വദേശി പുളിക്കലത്ത് വീട്ടിൽ മുഹമ്മദ് അസറുദ്ദീനെയാണ് കാപ്പ നിയമപ്രകാരം 6 മാസക്കാലത്തേക്ക് നാടുകടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് കാപ്പ പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുഹമ്മദ് അസറുദ്ദീൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വധശ്രമ കേസിലും 3 അടിപിടി കേസിലുമടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ, ഇൻസ്പെക്ടർ സാലിം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ ആക്രമണം നടത്തിയ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഹരിനന്ദനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 4-നായിരുന്നു സംഭവം. നാട്ടിക ചേർക്കര സ്വദേശി എരവേലി വീട്ടിൽ 55 വയസ്സുള്ള സുനിൽകുമാർ എന്നയാൾ ചേർക്കരയിൽ നടത്തുന്ന തട്ടുകടയിൽ വെച്ച് പ്രതി ഭക്ഷണം കഴിച്ചു. ഇതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഹരിനന്ദൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമ കേസിലടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ, SI എബിൻ, GSIമാരായ ഉണ്ണി, ഭരതനുണ്ണി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രവർത്തന മികവ് കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിനെ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാക്കിയ പ്രസിഡന്റ് അശ്വതി ബിബി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചുവടുമാറുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മറ്റത്തൂർ ഡിവിഷനിലാണ് അശ്വതി ബിബി മത്സരത്തിനിറങ്ങുന്നത്. 2020 മറ്റത്തൂർ പഞ്ചായത്ത് 20ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയ അശ്വതി ബിബി ജയിച്ചു കയറുക മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവിയിൽ എത്തുകയും ചെയ്തു. 5 വർഷം പൂർത്തിയാകുമ്പോൾ മറ്റത്തൂർ പഞ്ചായത്ത് ദേശീയ സംസ്ഥാന തലങ്ങളിൽ നേടിയെടുത്തത് മികവിന്റെ ഒട്ടേറെ പുരസ്കാരങ്ങൾ. അർഹതയ്ക്കുള്ള അംഗീകാരമായി ഇത്തവണ LDF നേതൃത്വം ഏൽപ്പിക്കുന്നത് മറ്റത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഡിവിഷൻ 10 മറ്റത്തൂരിനെ പ്രതിനിധീകരിക്കാനുള്ള ചുമതലയാണ്. കഴിഞ്ഞ 5 വർഷം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായും ജനപിന്തുണയിൽ തികഞ്ഞ ആത്മവിശ്വാസമെന്നും സ്ഥാനാർത്ഥി പറയുന്നു. 8ഓളം വാർഡുകൾ ചേർന്ന മറ്റത്തൂർ ഡിവിഷനിൽ ജയിച്ചു കയറി പഞ്ചായത്തിൽ നടത്തിയ ജനകീയ പ്രവർത്തനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ലക്ഷ്യമെന്ന് അശ്വതി ബിബി പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ സർവ്വ മേഖലകളിലും നമുക്ക് മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനും നൂതന പദ്ധതികൾ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ്യ പുരസ്കാരം 2 തവണ കരസ്ഥമാക്കാനും സാധിച്ചതിലുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. വികസനങ്ങളുടെ ഒരു തുടർച്ച അത്തരത്തിൽ ഈ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂര് പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്നത്. കാരണം പ്രകടന പത്രികയിൽ 57 കാര്യങ്ങളായിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ
ജനങ്ങൾക്ക് മുന്നിൽ ഭരണസമിതിക്ക് വെച്ചത് നമ്മുടെ LDF പ്രകടന പത്രിക. 57-ൽ 52 കാര്യങ്ങളും നമ്മൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള 5 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഒരു വാർഡിൽ നിന്ന് കൂടുതൽ വാർഡുകളുള്ള ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ അടുത്ത ഒരു ലക്ഷ്യം എന്താണ്? അടുത്ത ലക്ഷ്യം നമ്മുടെ കൊടകര ബ്ലോക്കിൽ മറ്റത്തൂർ ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഡിവിഷനെയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും എന്നുള്ളത് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഒരു അനുഭവം കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. നൂതനമായിട്ടുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ബ്ലോക്കാണ്. അവിടെ ഷീ വർക്ക് സ്പേസ് എന്ന ഒരു വലിയൊരു മാതൃകാ പദ്ധതി മുൻ പ്രസിഡന്റ് ശ്രീ MR രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പം അത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ഏറ്റെടുക്കാനും ഡിവിഷനിലേക്കുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. UDF സ്ഥാനാർത്ഥിയായി സിന്ധു PP, BJP സ്ഥാനാർത്ഥി ആതിര സന്തോഷ് എന്നിവരാണ് എതിർ സ്ഥാനാർത്ഥികൾ. മറ്റത്തൂരിന്റെ സാരഥിക്കെതിരെ മത്സരിക്കുമ്പോൾ പോരാട്ടത്തിൽ വിഷയമാവുക രാഷ്ട്രീയം മാത്രമെന്ന് ഇരുവരും പറയുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിനെ മികച്ച പഞ്ചായത്തുകളിൽ, കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാക്കുകയും ഒപ്പം തന്നെ നിരവധി ദേശീയ അംഗീകാരങ്ങളടക്കം നേടുകയും ചെയ്ത ആ ഒരു പ്രവർത്തന മികവിനുള്ള അംഗീകാരം കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള അശ്വതി ബിബിയുടെ പ്രവർത്തനം. അത് കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണ്ണ ഗ്രാമിന് 11,930 രൂപയും പവന് 95,440 രൂപയും രേഖപ്പെടുത്തി. മുരിക്കുങ്ങൽ പുതിയടത്ത് ജോസഫ് അന്തരിച്ചു. 99 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് മുരിക്കുങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ. പരേതയായ ത്രേസ്യാമ്മയാണ് ഭാര്യ. ജോസ്, മിനി, പരേതരായ ജോർജ് എന്നിവർ മക്കളും അന്നക്കുട്ടി, LC, ജോഷി എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ മാട്ടുമല തളിപ്പറമ്പിൽ സുകുമാരൻ ഭാര്യ ചന്ദ്രിക അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ട്വിങ്കിൾ എന്നിവർ മക്കളും സുരേഷ്, സുബിത എന്നിവർ മരുമക്കളുമാണ്. വേലുപാടം തെക്കൻ വാഴക്കാല ഔസേഫ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെറോനിക്കയാണ് ഭാര്യ. പോൾ, ബേബി, ലിസി, ബൈജു എന്നിവർ മക്കളും ഷോളി, ഷെജി, ജോർജ, ജിസ്ന എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.